വിഴിഞ്ഞം പദ്ധതിയിൽ കരണദാനി പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ പങ്ക്. ദേ ഈ കല്ല് ഇന്നലെ രാത്രി വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് നിന്ന് കുഴിച്ചെടുത്തതാണ്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളടുത്ത് ചാണ്ടിക്കല്ലെത്തി എടുത്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇന്നലെ പുലരുവോളം മുങ്ങി തപ്പിയതിന് ശേഷമാണ് ഇത്രയും വലിയ കല്ലിട്ടതിൻ്റെ ഇടയിൽ നിന്ന് ചാണ്ടിച്ചം കൊണ്ടിട്ട കല്ലിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും കരണദാനി പറഞ്ഞ ഈ കല്ല് അത് ഇന്നലെ എങ്ങനെയാണ് സംഭവിച്ചത്? അത് ആ പ്രസംഗത്തിൽ വി ഡി സതീശന്റെ കരഞ്ഞ് കാലുപിടിക്കലിലും വി ഡി സതീശൻ സ്റ്റേജിൽ വെച്ച് കരണദാനിയോട് കരഞ്ഞ് നിലവിളിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്, അപമാനിക്കരുത്, ഞാൻ ഇവിടെ വന്നത് തന്നെ ഞങ്ങളുടെ ഒരു പേരൂടെ പറയണം, ഞങ്ങളാണെന്ന് എഗ്രിമെന്റ് വെച്ച് കമ്മീഷൻ തന്നതൊക്കെ നിങ്ങൾ മറന്ന, ഞാനല്ലായിരുന്നു, എന്നെ അന്ന് അറിഞ്ഞാലും കൂടെ ഞാൻ ആ സർക്കാരിനെ തള്ളിയിടാൻ നടന്ന ആളാണ്, പക്ഷെ ഞാൻ ചിലപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാവും, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടി സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? ഈ പേപ്പറിൽ എഴുതിക്കുന്ന കാര്യം ഒന്ന് വായിക്കണം പ്ലീസ്, എൻ്റെ മാനം പോണ കേസാണ്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലമാണ്, ചാണ്ടിച്ചൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോറ്റുപോകുമെന്ന് കരണദാനിയോട് കരഞ്ഞ് കാല് പിടിച്ച് ഈ നിയമസഭയിലൊക്കെ നമ്മൾ ചില തുണ്ട് പേപ്പറുകൾ എഴുതി വിടില്ലേ, അതുപോലെ എഴുതിക്കൊണ്ടുവന്ന് കൊടുത്ത കാര്യമാണ് ഇന്നലെ വായിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ കല്ലല്ലാതെ ആ രണ്ടാം ഘട്ട വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ 40 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന പദ്ധതി, അതായത് 2040 വന്നാൽ മതി എന്ന് ഈ കരാർ എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആർബിട്രേഷൻ കേസ് നടത്തി. അതിൽ 3 വർഷം, അതായത് 2040 നടക്കേണ്ടത് 17 വർഷം മുന്നേ ആയിട്ട് 2028 ആകുമ്പോൾ 5 മദർഷിപ്പുകൾ ഒരേ സമയം നങ്കൂര ഇടിയിക്കാൻ പറ്റുന്ന രീതിയിലാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാൻ പോകുന്നത്. അതിലൊക്കെ ചാണ്ടിച്ചൻ എന്ത് ചെയ്തു എന്നാണ്. അതായത് കരാർ ഒപ്പിട്ട് കമ്മീഷൻ അടിച്ച് ഒരു കല്ല് വിട്ടിട്ട് പോയാൽ കപ്പൽ ഓടുമെന്നാണോ പറയുന്നത്? അവിടെ ഒരു കല്ലല്ലാതെ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് ഒരു ചുക്കും ചെയ്തിരുന്നില്ല. ഇതും പോരാഞ്ഞിട്ട് ഈ പണി പൂർത്തിയാകാൻ പോയ സന്ദർഭത്തിൽ ആ നാട്ടിലെ സഭാ നേതാക്കന്മാരെയും ഒപ്പം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും പറ്റിച്ചുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് 100 ദിവസം ആ പണി മുടക്കിയ അതേ സതീശന് സംഘവും ഈ കല്ലിന്റെ പേര് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കരണദാനിയെ കൊണ്ട് ഒരു PR പണി പോലെ കാല് പിടിച്ച് പറയിച്ച ചില വാചകങ്ങൾ മാറ്റി നിർത്തിയാൽ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ കല്ലിട്ടു എന്നും ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് കരാർ ഒപ്പിട്ടതെന്നും ഈ നാട്ടിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെയും ആ പരിപാടിയിൽ പറഞ്ഞിരുന്നു. ഒന്ന് കേട്ടെ. UDF ഗവൺമെന്റ് കാലത്താണ് തുടക്കം കുറിച്ചത് എങ്കിലും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം 2016 ശേഷം അധികാരത്തിൽ വന്ന LDF സർക്കാരിനാണ് വന്നത്.